കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് കൂടുന്ന ചില ശരീരത്തിന് പ്രത്യേക ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അമിതമായി കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആ കൊഴുപ്പിനെ എങ്ങനെ ശാസ്ത്രീയമായിട്ടല്ല മെഡിക്കലി എങ്ങനെ റിമൂവ് ചെയ്യാം, ഈ വിഷയമാണ് നമ്മൾ ഇന്ന് മെഡിട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ലൈപ്പോസെക്ഷനെ കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് മാംഗ്ലൂർ ഡ്യൂസ്കൽ ക്ലിനിക്കിലെ ഡോക്ടർ പ്രജ്വൽ കെ റാവു, എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജൻ. സർ, വെൽക്കം. താങ്ക് യു. ഓക്കെ, ബ്രിജ് സർ, നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ കൊഴുപ്പ് എന്നത് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് അല്ലേ? ഈ കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എങ്ങനെ ഈ കൊഴുപ്പ്, അതായത് നമ്മൾ കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ റിമൂവ് ചെയ്യും, പ്രോപ്പറായി റിമൂവ് ചെയ്യണം എന്നൊക്കെ പലരും അന്വേഷിച്ച് പോകാറുണ്ട്. ലൈപ്പോസെക്ഷൻ എന്നുള്ള ഒരു മെഡിക്കൽ ടേം തന്നെയുണ്ട്. ആക്ച്വലി കുഡ് യു പ്ലീസ് ബ്രീഫ് അബൌട്ട് ലൈപ്പോസെക്ഷൻ? അതെ, ലൈപ്പോസെക്ഷൻ ഇതൊരു ശസ്ത്രചികിത്സയാണ്. ബട്ട് ഇറ്റ്സ് എ മിനിമൽ ആക്സസ് സർജറി. പറഞ്ഞാൽ വലിയ മുറിയാക്കിയിട്ട് നമുക്ക് എടുക്കുന്ന സംഭവമല്ല. ചെറിയൊരു ഹോൾ വെച്ചിട്ട് നമുക്ക് ഫാറ്റ് എടുക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ലൈപ്പോസെക്ഷൻ പറയും. ബട്ട് എല്ലാം ഫസ്റ്റ് ഇപ്പോൾ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുണ്ട് പറഞ്ഞാൽ ലൈപ്പോസെക്ഷൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല. വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ പറഞ്ഞാൽ പ്രൊബബ്ലി ഡയറ്റും വർക്കൗട്ട്സും അത് തന്നെ നമ്മൾ ഫസ്റ്റ് പറയും. ബട്ട് ലൈപ്പോസെക്ഷൻ എപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കറക്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഒരു എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡയറ്റിങ് ചെയ്തിട്ട് ചില ഭാഗം പിന്നെയും ഒരു ഫാറ്റ് അത് കുഴപ്പം നമ്മൾ പോവില്ല. എന്ത് ചെയ്താലും അത് ഒരു സ്റ്റബൺ ഫാറ്റ് വരും. അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനത്തെ ഒരു ഏരിയാസ് ആണ് നമ്മൾ ലൈപ്പോസെക്ഷൻ പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യും. ദിസ് ഈസ് ബേസിക്കലി ടു ഷേപ്പ്, വെയിറ്റ് ലോസ് ആക്കാനല്ല, ഷേപ്പിനിങ് കിട്ടാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഒരു ലൈപ്പോസെക്ഷൻ പേഷ്യന്റിനെ സ്ക്രീൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. യെസ്. ആൻഡ് ബട്ട് എവിടെ നമ്മൾ ചെയ്യാൻ പറ്റുമോ പറഞ്ഞ ലൈപ്പോസെക്ഷൻ കുറേ ഏരിയ, ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിങ് ഫ്രം ഫേസ്, ആംസ്, അല്ലെങ്കിൽ ചെസ്റ്റ്, അല്ലെങ്കിൽ വയറ്, അല്ലെങ്കിൽ കാലിന്റെ ഭാഗം, എവിടെയെല്ലാം ഈ എക്സ്ട്രാ ഫാറ്റ് അവിടെ അക്യുമുലേറ്റ് ആവും അല്ലെങ്കിൽ സ്റ്റബൺ ഫാറ്റ് അക്യുമുലേറ്റ് ആവും, ആ ഭാഗത്തിലെല്ലാം ചെറിയൊരു ആക്സസ് പറഞ്ഞാൽ ചെറിയൊരു ഹോൾ വെച്ചിട്ട് ഈ ഭാഗത്തിൽ നമുക്ക് ലൈപ്പോസെക്ഷൻ പറഞ്ഞ ട്രീറ്റ്മെന്റിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നും ഇടപെടും, കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പം ഒരു കോമൺ ഡൗട്ടാണ് ഈ കൊഴുപ്പ് അമിതമായിട്ട് ശരീരത്തിന് ചില ഭാഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കോസ്മെറ്റിക് കൺസേൺ അപ്പുറത്ത് നമുക്ക് വേറെ ഫിസിക്കലായിട്ട് ഒരു ട്രബിൾ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമോ? മൈറ്റ് ബി, ബിക്കോസ് ചില ഏരിയ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കുറേ ഫാറ്റ് ചെസ്റ്റിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രസ്റ്റിലുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്ക് കേക്കും നെക്ക് കേക്ക് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ വയറ് കുറേ ഫാറ്റ് ഉണ്ട് പറഞ്ഞാലോ ചിലപ്പോൾ റെഗുലർ ഡേ ടു ഡേ ആക്ടിവിറ്റി പറഞ്ഞാൽ ബെൻഡിങ് വർക്ക് അല്ലെങ്കിൽ കിച്ചൺ വർക്ക് അല്ലെങ്കിൽ ഏതായാലും സാധാരണ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടാവും. അതൊരു കോസ്മെറ്റിക്കിന് അപ്പുറത്തേക്ക് നമുക്ക് ശരിക്കും അതൊരു ഫിസിക്കലി ഫങ്ഷണലി പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ടാവും. സോ യൂഷ്വലി അതെ, ആ രീതി ആകുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു നമുക്കൊരു ചില ഏരിയാസ് നമുക്കത് ഫാറ്റ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രോബബ്ലി പിന്നെ ലൈപ്പോസെക്ഷൻ ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ദ പേഷ്യൻസ് നമ്മൾ പറയും. ദിസ് ഇസ് ഹൗ വി കൗൺസിൽ ദം. ഓക്കെ, നമുക്ക് ലൈപ്പോസെക്ഷൻ്റെ ഏറ്റവും മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ സ്റ്റെപ്പ് അല്ലെങ്കിൽ മോഡേൺ പ്രൊസീജിയർ എന്തൊക്കെയാണ്? ലൈപ്പോസെക്ഷൻ ഫസ്റ്റ് ഞാനൊരു ബേസിക് ആയിട്ട് പറയട്ടെ. ലൈപ്പോസെക്ഷൻ പറഞ്ഞാൽ 3 സ്റ്റെപ്പിലുള്ള പ്രൊസീജിയറാണ്. ഫസ്റ്റ് നമുക്ക് ചെറിയൊരു ഓപ്പണിംഗ് ചെയ്യും. ഓപ്പണിംഗ് ചെയ്ത ശേഷം അവിടെ കുറച്ചൊരു നമ്മളൊരു മിക്സ്ചർ ഓഫ് ഫ്ലൂയിഡ്സ് നമുക്ക് കയറ്റി വിടും. റീസൺ എന്താ പറഞ്ഞാൽ നമുക്കൊരു ലൈപ്പോസെക്ഷൻ ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരാൻ പാടില്ല, അല്ലെങ്കിൽ ആ രീതി വേദന കൂടുതൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറി കഴിഞ്ഞ പാട് വേദന വരാൻ പാടില്ല പറഞ്ഞിട്ട് നമുക്കൊരു മിക്സ്ചർ ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡ് നമ്മൾ ഫസ്റ്റ് കയറ്റിയിടും. വിൽ വെയിറ്റ് ഫോർ 10 to 15 minutes, 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം പിന്നെ നമ്മൾക്ക് കൊഴുപ്പ് പുറത്തെടുക്കും. ദാറ്റ് ഈസ് ത്രൂ എ സെക്ഷൻ ഡിവൈസസ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ചിലപ്പോൾ നമ്മൾ സ്കിൻ ടൈറ്റനിങ് പോലെ ഒരു പ്രൊസീജിയേഴ്സ് നമുക്ക് ആഡ് ഓൺ ആക്കാൻ പറ്റും. ഇതൊരു ബേസിക് ഒരു ലൈപ്പോസെക്ഷൻ്റെ ഒരു സ്റ്റെപ്സ് ആണ്. അപ്പോൾ ടെക്നോളജി എന്തെങ്കിലും ഉണ്ട് പറഞ്ഞാൽ കുറേ ടെക്നോളജീസ് ഉണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് ആയിട്ട് സക്ഷൻ ബേസ്ഡ് ലൈപ്പോ, ഇത് ഫസ്റ്റ് ടെക്നോളജിയാണ്. നമ്മൾ ചെറിയൊരു സ്റ്റിക്ക് പോലെ ഒരു സാധനം ഉണ്ടാവും, അതിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും അറ്റ് ദ എൻഡ് ഓഫ് ദ ടിപ്പ്. ആ വഴിയിൽ നമുക്ക് ഫാറ്റ് പുറത്ത് നമുക്ക് എടുത്തിട്ട് പോകുന്നതാണ്. ഇത് നമ്മൾ മാനുവൽ മെത്തേഡാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറേ ടൈം പിടിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഒരു മോട്ടർ നമ്മൾ ഫിക്സ് ആക്കി. അപ്പോൾ ആ മോട്ടർ വളരെ ഫാസ്റ്റ് ആയിട്ട് വൈബ്രേറ്റ് ആവും. ഈ ക്യാനിൽ സ്റ്റിക്ക് പോലെ സാധനം വളരെ ഫാസ്റ്റ് ആയിട്ട് വൈബ്രേറ്റ് ആവും. ആ വൈബ്രേറ്റ് ആകുമ്പോൾ ഈ ഫാറ്റ് എല്ലാം സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആയ ശേഷം പിന്നെ നമ്മൾ പുറത്ത് വലിച്ചെടുക്കും. ദിസ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ് വാട്ട് വി ഹാവ്. തേർഡ് മെത്തേഡ് നമുക്ക് പിന്നെ ലേസർ പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. ലേസർ ബീംസ് വെച്ചിട്ട് നമുക്ക് ഈ ഫാറ്റ് കുറച്ച് ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ട് ഫാറ്റ് പുറത്ത് എടുക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നു. ബട്ട് ലേസറിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ട്രീറ്റ്മെൻ്റ് ആണ്. ആ സ്ലോ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അത്ര ഒരു സക്സസ് നമ്മൾ ലേസർ ലൈപ്പോസെക്ഷനിൽ അത്ര കിട്ടിയിട്ടില്ല കമ്പയർഡ് ടു ദാറ്റ്. പിന്നെ വന്ന ടെക്നോളജിയാണ് വേസർ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ലേസർ. കുറേ ടേംസ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. വേസർ സെയിം ആണോ പറഞ്ഞ്. ഈ വേസർ പറഞ്ഞ സംഭവം ഒരു അൾട്രാസോണിക് ലൈപ്പോസെക്ഷൻ വരും. വേസർ ഒരു കമ്പനീൻ്റെ പേരാണ്. അൾട്രാസോണിക് ലൈപ്പോസെക്ഷൻ ഒരു മെഡിക്കൽ ടേമാണ്. ഇത് എന്താ ചെയ്യുക, ഇതിൽ ടിപ്സ് ഒരു അൾട്രാസോണിക് വേവ്സ് ഇത് അയക്കും. അൾട്രാസോണിക് വേവ്സ് അയച്ച ഈ ഫാറ്റ് ഫസ്റ്റ് നമ്മൾ മെൽറ്റ് ആക്കും.
ഈ വേറെ ഒന്നും സ്ട്രക്ചേഴ്സ് ഡാമേജ് ആക്കാതെ, ഫോർ എക്സാമ്പിൾ അവിടുത്തെ ഒരു മസിൽസ്, അവിടുത്തെ നെർവ്സ്, ആർട്ടറി ഒന്നും സ്ട്രക്ചേഴ്സ് ഡാമേജ് ആക്കാതെ ഫാറ്റ് മാത്രം ഫസ്റ്റ് മെൽറ്റ് ആക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ, ഒന്നും നമുക്ക് ഡാമേജ് കുറവായി, രണ്ടാമത്തെ നമുക്ക് റിസൾട്ട്സ് കുറച്ച് ബെറ്റർ ആയിട്ട് വരും. സോ ദാറ്റ് ഈസ് ഹൗ വി ടെൽ. ഇപ്പോൾ ഉള്ള ടെക്നോളജിയിൽ വേസർ ലൈപ്പോഷൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നോളജി. ഇത് നമുക്ക് കൊഴുപ്പ് എടുക്കാനുള്ള ടെക്നോളജിയാണ്. ഡോക്ടർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം വേസർ അത് മെൽറ്റ് ആക്കുക, അത് ഇപ്പൊ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. നമുക്കതൊരു സിമ്പിൾ എക്സാമ്പിളോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പ്രൊസീജിയറിൽ നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കാൻ പറ്റും. സോ എങ്ങനെ അത് വേസർ വർക്ക് ആവും, അത് എന്താണ് നമുക്ക് നോക്കിയിട്ട് ഫാറ്റ് മെൽറ്റ് ആവുന്നു ഒക്കെ പറയുന്നത് നമുക്കത് കുറച്ചും കൂടി ഡെമോയിലോട് ആകുമ്പോൾ പ്രേക്ഷകർ കുറച്ചും കൂടി അത് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഷോ എ സ്മോൾ ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ ഇതാണ് നമുക്കൊരു ഉള്ള വേസർ പറഞ്ഞൊരു പ്രോബാണ്. അപ്പോൾ ഇത് നമ്മളെ മെഷീനാണ്. ഇതിൽ നമുക്ക് കുറേ സെറ്റിംഗ്സ് ചേഞ്ച് ആക്കാൻ പറ്റും, സ്റ്റാർട്ടിങ് വിത്ത് 0 to 100%. സോ നമ്മൾ യൂഷ്വലി ഒരു 80 to 90% പവർ വെച്ചിട്ട് ഡിഫറെൻറ്റ് മോഡ്സ് ആണ്. ഇത് നമ്മൾ ടൈമറാണ്, എത്ര ടൈം നമ്മളിത് വർക്കിംഗ് ആക്കുന്നുണ്ട് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ടൈമർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻസ് അപ്പോൺ ദ ടെക്നിക്കൽ ഒരു ഏരിയയിൽ നമ്മൾ ഇത്ര ടൈം മാത്രം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തിട്ട് നമുക്കുള്ള ടൈമാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലൈപ്പോസെക്ഷൻ ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഫാറ്റ് ഉള്ളിൽ നമ്മൾ ലൈപ്പോസെക്ഷൻ ഈ വേസർ ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് ഒരു ഹാർഡ്നെസ് ഉണ്ടാവും. ആ ഹാർഡ്നെസ് സോഫ്റ്റ് ആകുമ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റ് ആണ്, നമുക്കത് നിർത്തണം എന്ന് പറയും. ദാറ്റ് ഈസ് വൺ തിങ്. രണ്ടാമത്തെ 15 സെക്കൻഡിന് മുകളിൽ ഒരേ പൊസിഷൻ ഇത് നിൽക്കാൻ പാടില്ല. സോ നമ്മൾ ഒരു പൊസിഷൻ ഇങ്ങനെ വെച്ചാൽ രണ്ട് പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ആക്കും. ഒരു വേറെ പൊസിഷൻ നമ്മൾ ചേഞ്ച് ആക്കും. സോ ദാറ്റ് ഡിഫറെൻറ്റ് ആംഗിൾ നമുക്ക് ചേഞ്ച് ആക്കും. സോ ദാറ്റ് ഇറ്റ് ബി സേഫർ ഫോർ ദ പേഷ്യൻ്റ് കണ്ടത്. സോ ഇതിൽ നോക്കിയാൽ സാധാരണ ഇതൊരു ട്യൂബ്, ഇതിൽ ഒരു ഓപ്പണിംഗ് ഒന്നും ഉണ്ടാവില്ല. സെക്ഷൻ പോലെ ഒരു ഓപ്പണിംഗോ ദർ ഇസ് നോ ഓപ്പണിംഗ് ഇൻ ദിസ് സെറ്റ്. ഇതിൽ കാണുന്ന രണ്ടേ ഉള്ളൂ, രണ്ട് ഗ്രൂസ് ഉണ്ടാവും. ഒരു ഉള്ളിൽ പോയ ഒരു ഗ്രൂ ആണ്. ഈ ഗ്രൂ ആണ് ഈ അൾട്രാസോണിക് വേവ്സ് അയക്കും. അപ്പോൾ ഇതിൽ കുറേ റിങ്സ്, നമ്മൾ റിങ്സ് എന്ന് പറയും. 1 ring, 2 ring, 3 ring. 1 ring പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്, 2 ring പറഞ്ഞാൽ കുറച്ച് ലിറ്റിൽ ലെസ്സർ സ്ട്രോങ് ആണ്, 3 rings പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് മോർ ലെസ്സർ ആണ്. റീസൺ എന്താ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വയറിന് ലൈപ്പോസെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ 1 ring വെക്കും, ബിക്കോസ് ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് എനർജി വേണം. അതേ നമ്മൾ ഫേസിന് അടിഭാഗത്തിൽ കുറച്ച് ഫാറ്റ് ഉള്ളൂ അല്ലേ, ആ ഭാഗത്തിൽ 1 ring വെക്കണമെന്ന് നെസസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ 3 rings വെക്കും, ബിക്കോസ് ഇറ്റ് ഇസ് ലെസ്സർ പവർ, കുറച്ചൊരു സേഫ്റ്റി ആയിട്ട് നമുക്ക് കാണാം. 1 ring, 2 ring, 3 rings ആണ്. 3 rings ആണെങ്കിൽ കൂടുതലല്ല, കുറവാണ്. 1 ring പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ്ങർ ആണ്. ഇതിൽ തന്നെ സെറ്റ് ആവും. ദാറ്റ് ഈസ് ഇല്ല, ഇത് കാനിൽ തന്നെ സെറ്റ് ആവും. മെഷീനിൽ സെറ്റ് ആവുന്നത് പിന്നെ ഇത് ഒരു സെറ്റിംഗ് ആണ്. രണ്ടാമത്തെ സെറ്റിംഗ് ഉള്ളത് പെർസെൻറ്റേജ് ആണ്, എത്ര പവർ നമ്മൾ വെക്കും, അതൊരു സെറ്റിംഗ് ആണ്. രണ്ടാമത്തെ മെത്തേഡ് C പിന്നെ V, ഇങ്ങനത്തെ ഒരു മോഡ് ഉണ്ട്. കണ്ടിന്യൂസ് മോഡ് അല്ലെങ്കിൽ വേരിയബിൾ മോഡ് വരും. കണ്ടിന്യൂസ് മോഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്ക് ആവും. വേരിയബിൾ മോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ഓഫ്. അതും ഈ പറയുന്ന ഏരിയ ഡിപ്പെൻസ് അപ്പോൺ സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ അബ്ഡോമിനീസ് ആ ഭാഗത്താണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കോമൺ ആയിട്ട് ഈ പറയുന്ന മോഡ് ഏതാണ്? മോഡ് കണ്ടിന്യൂസ് മോഡ് തന്നെ, ബിക്കോസ് കുറേ പവർ അവിടെ പവർ ആണെങ്കിൽ 80 to 90% നമ്മൾ വെക്കും. ആവറേജ് 80 to 90% പവർ അവിടെ വെക്കും. ബട്ട് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ അത് ഏരിയ മാത്രമല്ല, ഡിപെൻഡ്സ് ഓൺ ദ എക്സ്പെർട്ടീസ് ഓഫ് ദ ഡോക്ടർ ഓൾസോ. അതിനുള്ള ഡോക്ടറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടുതലുണ്ടെങ്കിൽ പ്രോബബ്ലി യു ക്യാൻ ഗിവ് ഹയർ പവർ. അപ്പോൾ ബിഗിനിങ് ഉള്ള ഡോക്ടർ ആണെങ്കിൽ കുറച്ച് പവർ കുറവായിട്ട് ചെയ്യുന്നത് സേഫ്റ്റിയാണ്. ദാറ്റ് ഈസ് വാട്ട് വി സജസ്റ്റ്. സോ വെൻ യു സീ ദിസ്, ഇപ്പോൾ നമുക്ക് ഫാറ്റ് വീട്ടിങ്, ബിക്കോസ് ഈ ഫാറ്റ് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം കേട്ടിട്ട് പിന്നെയാണ് ഈ നെക്സ്റ്റ് ഓപ്ഷൻ ആണ്. സോ ഐ ജസ്റ്റ് പുട്ട് ഇവിടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഐ എം ജസ്റ്റ് പുട്ടിങ് ദിസ് ഇൻസൈഡ് ദിസ്. ഇപ്പോൾ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ബിക്കോസ് ഈ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഉള്ളിൽ എങ്ങനെയാവും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഉള്ളിലുണ്ടാവും, ഈ സംഭവം ബോഡി ഉള്ളിലുണ്ടാവും. നമുക്കത് വീഡിയോയിൽ ഡെമോൺസ്ട്രേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് വൈ വി ആർ ഷോയിങ് ദ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ. ഇതിലൊരു വെള്ളം വെച്ചിട്ടുണ്ട്. സോ വി ആർ ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ഹിയർ. സോ ഇത് സക്കിങ് ചെയ്യുന്നതല്ല. സോ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ദിസ് പാർട്ട്. അപ്പോൾ നോക്ക്, യു ക്യാൻ സീ ഹിയർ അവിടെ ഒരു ബബിൾസ് പോലെ കാണുന്നു. നോക്ക്, ദിസ് ഈസ് യു ക്യാൻ സീ ദ ബബിൾസ്. എത്ര അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. യു ക്യാൻ ജസ്റ്റ് സീ ദാറ്റ് ബബിൾസ്. ആ ബബിൾസ് ആണ് അൾട്രാസോണിക് വേവ്സ്. ഈ അൾട്രാസോണിക് വേവ്സ്, ഈ സൗണ്ടില്ലേ, ഇത് അൾട്രാസോണിക് വേവ്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഈ ഫാറ്റ് ഫസ്റ്റ് നമ്മൾ മെൽറ്റാക്കും. ബട്ട് അവിടെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ സ്കിൻ ആണെങ്കിൽ, ഇത് നമ്മൾ അടിഭാഗം ഫാറ്റ് ആണെങ്കിൽ, വി ടേക്ക് ആൻ ആക്സസ്, പിന്നെ ഉള്ളിൽ പോയിട്ട് നമ്മൾ വേറെ ഡയറക്ഷൻസിൽ ഇത് ചെയ്യും. ഒരു പ്രാവശ്യം ഇത് നമുക്കൊരു സോഫ്റ്റ് ആയി, നമുക്ക് ഒരു ഫീലിംഗ് ആണ്. ഇതെല്ലാം നമുക്കൊന്നും കാണാനില്ല. ഈ ഇത് സർജറി എല്ലാം നമുക്കൊന്നും കണ്ടിട്ട് ചെയ്യുന്ന സർജറി അല്ല. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഒരു ചെറിയ ഹോളാണ്, ഒരു ഹാർഡ്ലി ഒരു 0.4 സെന്റിമീറ്റർ ആണ് നമ്മൾ ആക്സസ്. ഒരു മുറി ചെയ്യുന്നത് 0.4 സെന്റിമീറ്റർ, 1 സെന്റിമീറ്ററിന് താഴെ മുറിയാണ്. ഇത് ജസ്റ്റ് ഇത് പോകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക്
നമുക്ക് എല്ലാം ഫീലിംഗ് അനുസരിച്ചിട്ടാണ് ഈ പ്രൊസീജിയേഴ്സ്, എല്ലാ പ്രൊസീജിയർ ഡെപ്ത് എല്ലാം ഉള്ളത് ഫീലിംഗ് അനുസരിച്ചാണ്. ബട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ മാത്രം റിസൾട്ട്സ് മാർവലസ് ആയിട്ടുണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ FDA അപ്രൂവ്ഡ് പറയും. FDA പറഞ്ഞാൽ സാധാരണ ഒരു മെഷീൻ വരുമ്പോൾ നമ്മൾക്ക് FDA അപ്രൂവൽ ഉണ്ടാവണം. FDA പറഞ്ഞാൽ ഇത് സേഫ്റ്റി സൈഡ്, പേഷ്യൻസിന് അത് ഈ മെഷീൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അതൊരു സേഫ്റ്റിയാണ്. ഇത് FDA അപ്രൂവ്ഡ് ഡിവൈസ് ആണ് ഫോർ ലൈപ്പോസക്ഷൻ ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് സോ ഫാർ. ഇതുവരെ ഉള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നോളജിയാണ്. ആൻഡ് കുറേ സെൻറ്റേഴ്സ് ഇത് യൂസ് ചെയ്യാറില്ല. വെരി ഹാർഡ്ലി ഒരു 25 to 30 സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ മൈറ്റ് ബി യൂസിങ് ദിസ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട്സ്. ഉള്ളതിൽ ഉള്ള റിസൾട്ട്സ് ബെസ്റ്റ് ആണ് ഈ ദിസ് വേസർ. മുമ്പ് നമ്മൾ വി ആർ ഗിവിംഗ് ദിസ് എസ് ഓപ്ഷൻ. ഇപ്പോൾ എല്ലാ പേഷ്യൻ നമ്മൾ വേസ് ബിക്കോസ് റിസൾട്ട്സ് എന്തായാലും വേണം. സോ യൂഷ്വലി വി യൂസ് ദിസ് ഫോർ എവറി പേഷ്യൻസ്. സാർ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ടൈമർ നമ്മളിപ്പം പിന്നെ ഇതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്തു, മോഡ് സെറ്റ് ചെയ്തു. ഓക്കെ, സാർ നേരത്തെ പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യുന്ന ആ പ്രൊസീജിയർ ചെയ്യുന്ന ആ ടൈറ്റനിങ് ലെസ് അത് കുറഞ്ഞു വരും. ആ സമയത്ത് അവിടെ അത് സ്റ്റോപ്പ് ആകും. അത് നമ്മൾ എൻഡ് പോയിന്റ് ആണ്. അപ്പോൾ എന്താ ആംഗിൾ നമ്മൾ സ്റ്റോപ്പ് ആകും. പിന്നെ വേറെ ആംഗിൾ ഒരു പക്ഷേ എല്ലാം സോഫ്റ്റ് ആയ ശേഷം നമുക്കത് ഒരു ഫാറ്റ് അവിടെ മെൽറ്റ് ആയി നമുക്കൊരു ഫീലിംഗ് ആയില്ലേ. പിന്നെ നമ്മളത് പുറത്തൊരു ചെറിയൊരു വേറൊരു ക്യാനലുണ്ട്, അവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാവും. അത് നമ്മൾ പുറത്ത് എടുത്തിട്ട് ഫാറ്റ് നമ്മൾ ഒരു ഇതിൽ കളക്ഷൻ ആക്കി നമ്മൾ കളക്ഷൻ ചെയ്യുമ്പോൾ കളക്ട് ആക്കും. ഇതുപോലെ ഈ വേസർ ഉപയോഗിച്ചുള്ള പ്രൊസീജിയർ നോർമൽ എത്ര ടൈം എടുക്കും? ഇതിന് ഹാർഡ്ലി ടേക്സ് അറൗണ്ട് ഒരു ഏരിയന് ഒരു 10 minutes നമുക്ക് വേണം ഇത് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഒരു ലൈപ്പോഷൻ ചെയ്യുന്ന ഒരു 1 hour. സോ ഒരു ഏരിയ പറഞ്ഞാൽ മേ ബി ഇഫ് യു ടെലിംഗ് വയറിന്റെ ലൈപ്പോഷൻ ആണ് പറഞ്ഞാൽ പ്രോബബ്ലി ഒരു 2 hours നമുക്ക് വേണം. 2 to 2.5 hours നമുക്ക് മോർ ദാൻ ഇനഫ്. ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. അതിന്റെ അവരുടെ കൊഴുപ്പ് എത്ര ഉണ്ട് അത് നമുക്ക് നോക്കണ്ടല്ലോ. ചില ആൾ കുറേ ഫാറ്റ് ഉണ്ടെങ്കിലും അത് പ്രശ്നമാണ്. സോ യൂഷ്വലി നമ്മൾ ലൈപ്പോഷൻ പറയുമ്പോൾ, സേഫ് ലൈപ്പോഷൻ പറയുമ്പോൾ നമുക്ക് 2 ക്വാണ്ടിറ്റിയാണ്. ഒന്നും നമുക്ക് ഒരു പ്രൊസീജിയർ 5 മണിക്കൂർ കൂടുതൽ പോകാൻ പാടില്ല. ദാറ്റ് ഈസ് 1. 5 മണിക്കൂർ കൂടുതൽ പോയാൽ സേഫ്റ്റി കുറച്ച് കുറവോ പേഷ്യന്റിന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് 5 മണിക്കൂർ കൂടുതൽ ആവാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അനസ്തീഷ്യ ടീം ഉണ്ടാവും, ഡോക്ടറിന്റെ ടീം ഉണ്ടാവും, അവരുടെ എക്സ്പെർട്ട് വെക്കുമ്പോൾ ഇതൊരു ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്നതല്ല, ചെയ്യാൻ പറ്റും. ചെറിയ ഏരിയ ആണെങ്കിൽ ലോക്കൽ അനസ്തീഷ്യ ചെയ്യാൻ പറ്റും. ചെറിയ ഒരു മേ ബി ഒരു 1 hour തുറവ് വെക്കാനുള്ള ലൈപ്പോഷൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഭാഗത്തിൽ ഫാറ്റ് ആണെങ്കിൽ നമുക്ക് ലോക്കൽ അനസ്തീഷ്യ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പോൾ grade 1 ഗൈനക്കോമാസ്റ്റേ വരും, ആ ഭാഗത്തിലാണെങ്കിൽ നമുക്കിത് ലോക്കൽ അനസ്തീഷ്യ ചെയ്യാൻ പറ്റും. ബട്ട് വളരെ കൂടുതൽ ഏരിയ ഉണ്ട് പറഞ്ഞാൽ പ്രോബബ്ലി നമ്മൾ അനസ്തീഷ്യ ഇപ്പോൾ ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ സെഡേഷൻ കൊടുത്തിട്ട് ചെയ്യുന്നത് സേഫ് ആണെന്ന് പറയും. ബിക്കോസ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉള്ളിൽ ഒരു ഡോക്ടറിന് കാർഡ് 2 ഡോക്ടർ എപ്പോഴും നല്ലതാണ്. ഒരു ഡോക്ടർ മാത്രം ചെയ്തിട്ട് എല്ലാം ടീം വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു അനസ്തീഷ്യ ഡോക്ടർ ഉണ്ടാകുമ്പോൾ നാളെ ഇപ്പോൾ ചെറിയൊരു പല്ല് എടുക്കുമ്പോഴും റിസ്ക് ഉണ്ടാവും. എന്താ ഒരു ചെറിയ ഇഞ്ചക്ഷൻ വെക്കുമ്പോഴും ചിലപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു അനസ്തീഷ്യ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്റർ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും സേഫ്റ്റിയാണ്. ബിക്കോസ് ലൈഫ് സേവിങ് പ്രൊസീജിയർ അവർ തന്നെയാണ്. നമ്മളിപ്പോൾ സർജറി ചെയ്യുമ്പോൾ അവിടെ ഒരു പേഷ്യൻസിന് ഒരു ജനറൽ ബോഡി കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറാണ് അനസ്തീഷ്യ. അപ്പോൾ അവർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സേഫ്റ്റി. ആൾക്കാർക്ക് എല്ലാവർക്കും ടെൻഷനാണ്. ഈ അനസ്തീഷ്യ പറഞ്ഞാൽ എപ്പോഴും ഒരു പേടി, മായൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പേടി. ബിക്കോസ് ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ കുറേ പേഷ്യൻറ്റ് കാണുന്നുണ്ട്, എല്ലാവർക്കും പേടി ഉണ്ടാവും. ബട്ട് ആ പേടി ആക്ച്വലി വേണ്ട. ബിക്കോസ് യൂഷ്വലി യെസ് ദർ ആർ സം പ്രോബ്ലംസ്, ചിലപ്പോൾ ചില ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് 1 in 1000. കുറേ റയറായിട്ട് വരും. ദാറ്റ് ഈസ് വാട്ട് വി ടെൽ. ഒരു പ്രാവശ്യം നമ്മൾ ഈ ലൈപ്പോഷൻ ചെയ്ത ശേഷം നമുക്ക് സാധാരണ ചില ഇവൻറ്റ്സിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഫാറ്റ് എല്ലാം പോയി, ബട്ട് സ്കിന്ന് കുറച്ച് തൂങ്ങിയുണ്ടാവും. ഇതാണ് നെക്സ്റ്റ് പ്രോബ്ലം. എപ്പോഴും ഈ സ്കിൻ ലാക്സിറ്റി ഉണ്ടാവും, സ്കിൻ ലാഗിങ് ഉണ്ടാവും. സാധാരണ ചെറിയ ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് വലിയ ഏരിയ ആകുമ്പോൾ കുറേ സ്കിൻ ലാഗിങ് ഉണ്ടാവും, കുറേ സാഗിങ് ഉണ്ടാവും. ഈവൻ ചെസ്റ്റിൽ സാഗിങ് ഉണ്ടാവും. ചില ആൾക്ക് ഇവിടെയും കുറച്ച് നല്ല സാഗിങ് ഉണ്ടാവും. ബിക്കോസ് ചിലവൻ്റെ ഒരു വെയിറ്റ് ഒരു 100 kg ഉണ്ടെങ്കിൽ ദേ വിൽ ഗോ വർക്കൗട്ട് ചെയ്യും. അത് ചെയ്യുമ്പോൾ ഒരു 20 kg കുറവായി വരാം. അപ്പോൾ തിരിച്ച് സാഗിങ് വരും. ഫാറ്റ് മാത്രമല്ല സാഗിങ്നെസ് ഉണ്ടാവും. അപ്പോൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ യൂഷ്വലി നമ്മളൊരു സ്കിന്ന് കട്ടാക്കിയിട്ട് പിന്നെ സ്റ്റിച്ച് ആക്കുന്നത്. അതൊരു പ്ലാസ്റ്റിക് സർജറിയാണ്. ദാറ്റ് ഇസ് എ ഗുഡ് സർജറി ഓൾസോ. ചില പേഷ്യൻ്റ് ഇപ്പോഴും നമ്മൾ അത് തന്നെ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പം ഇറ്റ് ഈസ് ഫാറ്റ് പോയിട്ടുണ്ട്, അത്ര കുറേ സാഗിങ് ഇല്ല, കുറച്ച് എമൗണ്ട് ഓഫ് സാഗിങ് ഉണ്ട് പറഞ്ഞാൽ പ്രോബബ്ലി വി ക്യാൻ ഡു സംതിങ് കോൾഡ് ഇസ് ബോഡി ടൈറ്റ്. ബോഡി ടൈറ്റ് അല്ലെങ്കിൽ ഒരു RF ടെക്നോളജിയാണ്, റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജിയാണ്. റേഡിയോ ഫ്രീക്വൻസി പറഞ്ഞാൽ ഈ സ്കിൻ ഷ്രിങ്ക് ആക്കാനുള്ള ടെക്നോളജിയാണ് വിതൗട്ട് എനി മേജർ പ്രോബ്ലംസ്. സോ യൂഷ്വലി ഒരു കമ്പനി ഇപ്പോൾ 2 ടൈപ്പ് മെഷീൻസ് ഉണ്ടാവും. ദിസ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ആ ടൈറ്റനിങ് ചെയ്യുന്ന സംഭവമാണ്. സോ സ്കിൻ ടൈറ്റൻ ചെയ്യണം. ആഫ്റ്റർ ദ ലൈപ്പോസക്ഷൻ നമുക്ക് സ്കിൻ ടൈറ്റൻ ആക്കാൻ വേണ്ടി 2 രീതി ഉണ്ടാവും. ഒന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ് ഉണ്ടാവും. സോ ഓക്കെ ദിസ് വി കൻ അഡ്ജസ്റ്റ്, ഇപ്പോൾ സൈസ് കൂടുതലാക്കാൻ പറ്റും. സോ ഇതിൽ 2 പ്രോബ്, ഒരു പ്രോബ് ഉള്ളിലത്തെ പ്രോബാണ്. ദിസ് വിച്ച് ആസ് എ സെൻസർ. ഇതിലൊരു ചെറിയൊരു സെൻസർ ഉണ്ടാവും. രണ്ടാമത്തെ പ്രോബ് പുറത്തുള്ളു പറഞ്ഞാൽ പുറത്ത് സ്കിന്നൊക്കെ ടച്ച് ആവുന്ന പ്രോബാണ്. നമുക്കൊരു ചെറിയൊരു ജെല്ലി പോലെ വെച്ചിട്ട് സോ നമ്മളൊരു ചെറിയ ആക്സസ് എടുത്തില്ലേ, ഒരു ഓപ്പണിംഗ് ചെയ്തില്ലേ, ആ ഓപ്പണിംഗ് തന്നെ ഈ ഇത് ഉള്ളിൽ പോകും, ഇത് പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ആൾമോസ്റ്റ് ഒരു 80 degrees Celsius വരെ ടെമ്പറേച്ചർ പോകും.
80°C. ഇതാകുമ്പോൾ നമ്മൾ ബോഡി ടെമ്പറേച്ചർ 38 വരെ ഉണ്ടാവും. ഇത് രണ്ട് അവിടെ ഒരുമിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ എന്തെല്ലാം വരുമല്ലേ, ഒരു ഫാറ്റ് എമൗണ്ടും കുറവാവും, സ്കിന്ന് ഒരു 44% വരെ ഷ്രിങ്ക് ആവും. സാധാരണ ഒരു നാച്ചുറലി ഷ്രിങ്ക് ആവാൻ കപ്പാസിറ്റി ഉണ്ടാവും, പേഷ്യൻറ്റ് ടു പേഷ്യൻറ്റ് ഷ്രിങ്കേജ് കപ്പാസിറ്റി, ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഇതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് 44% ടൈം we are giving some energy. ഒരു കിക്ക് സ്റ്റാർട്ട് പോലെ, ഒരു സ്കൂട്ടറിന് കിക്ക് സ്റ്റാർട്ട് വെച്ച പോലെ. സോ വി ആർ ഗിവിംഗ് സം കിക്ക് സ്റ്റാർട്ട് ഫോർ ദ ടൈറ്റനിങ് ഓഫ് ദ സ്കിൻ. അപ്പോൾ റിസൾട്ട്സ് കുറച്ച് ബെറ്റർ ആവും. ഇത് എല്ലാവർക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുമോ പറഞ്ഞാൽ നോ, നോട്ട് റിയലി. ഇത് പേഷ്യൻറ്റ് ടു പേഷ്യൻ്റ് ആണ്, എല്ലാവർക്കും ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്ക് സ്കിന്ന് തൂങ്ങിയുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളെ എക്സ്പെക്ടേഷൻ പ്രകാരം ഫാറ്റ് കുറയുണ്ട്, സ്കിന്ന് കുറയുണ്ട് പറഞ്ഞാൽ പ്രോബബ്ലി യൂസ് ദിസ് ടെക്നോളജി. ദിസ് ഇസ് വൺ മെത്തേഡ്. സെയിം ഡിവൈസിൽ രണ്ടാമത്തെ ടൈപ്പാണ് ഇത്. ഇങ്ങനത്തെ സംഭവമുണ്ട്, ഒരു ഗണ്ണ് പോലെ സാധനമാണ്. ഇതിൽ കുറേ ചെറിയ നീഡിൽസ് ഉണ്ട്, ഒരു 24 to 40 നീഡിൽസ് ഉണ്ടാവും. ഇതെന്താ പറഞ്ഞാൽ ഈ നീഡിൽസ് സ്കിന്നിന് ഉള്ളിൽ പോയിട്ട് അവിടെ ഇത് ഫയർ ആക്കും, ഈ റേഡിയോ ഫ്രീക്വൻസി എനർജിയോടെ ഫയർ ആക്കും. ദിസ് ഓൾസോ ഹെൽപ്സ് ടു ദ ടൈറ്റൻ ദ സ്കിൻ. റീസൺ എന്താ വി യൂസ് ദിസ് ഇസ് ദാറ്റ് ഇത് നമ്മൾ സർജറി ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പുറത്ത് നമ്മൾ സ്കിന്നൊക്കെ ഇത് തരും. ഇതിൽ ഈ നീഡിൽസ് നമുക്ക് 3 പ്രാവശ്യം നമുക്ക് യൂസ് ആക്കാൻ പറ്റും. സോ ആഫ്റ്റർ ദ സർജറി ഓൾസോ, ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 1 മാസമായി അല്ലെങ്കിൽ 1.5 മാസമായി, അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു പിന്നെയും കുറച്ച് സ്കിന്ന് സാഗിനെസ് ഉണ്ടെങ്കിൽ ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് തിരിച്ച് കുറച്ച് ടൈറ്റനിങ് നമുക്ക് യൂസ് ആക്കാൻ ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ. ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ആയിരിക്കും. സോ ഫസ്റ്റ് അറ്റ് ദ സെയിം ടൈം അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഐ ഗിവ് എ സിനാരിയോ, ഒരു പേഷ്യൻറ്റ് വളരെ ഹെവി വെയിറ്റ്, കുറേ ഫാറ്റ് ഉണ്ട്, കുറേ സ്കിൻ ലാക്സിറ്റി ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് വി ഡു വേസർ, ദെൻ വി ഡു ലൈപ്പോസെക്ഷൻ, ദെൻ വി ഡു ബോഡി ടൈറ്റ് വിത്ത് MNRF പറയും. ഇതെല്ലാം നമുക്ക് ടെക്നോളജി യൂസ് ചെയ്യും ഇഫ് ഇറ്റ് ഈസ് എ വെരി ബാഡ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു മെലിഞ്ഞ ആൾ വന്നിട്ടുണ്ട്, കുറച്ച് ഏരിയ മാത്രം ഫാറ്റ് ഉണ്ട് പറയാം, ദെൻ യു ജസ്റ്റ് ഡു വേസർ. ഇതെല്ലാം നമ്മളൊന്നും ടെക്നോളജി യൂസ് ചെയ്യുകയില്ല. അപ്പോൾ എല്ലാവർക്കും ടെക്നോളജി യൂസ് ചെയ്യണമെന്നില്ല, ബട്ട് ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ സം പീപ്പിൾ. കുറേ ആൾക്ക് ഇത് വേണ്ടി വരും. ദാറ്റ് ഈസ് വാട്ട് വി ടെൽ. ഇപ്പോൾ കാണിക്കുമ്പോൾ യു ക്യാൻ ജസ്റ്റ് ഷോ യു ദിസ്. ഇത് നോക്കുമ്പോൾ സോ യു ക്യാൻ വെൻ യു ഫയർ, I don't know how much. ഇത് ഇങ്ങനെ ഒരു നീഡിൽ വരും. യു സീ ദിസ് നീഡിൽ, ഈ നീഡിൽ ഇങ്ങനെ പുറത്തു വരും. ഈ നീഡിൽ ഇതൊരു നമുക്ക് വേറെ ഡയമീറ്റർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ഞാനിപ്പോൾ 4 mm ഫിക്സ് ആക്കിയിട്ടുണ്ട്. സോ ഐ ക്യാൻ ഗോ അപ് ടു 7 mm ഡെപ്ത്. 7 mm വരെ നമ്മൾ ഉള്ളിൽ പോകാൻ പറ്റും. 7, 6, 5, 4, 3, 2 അങ്ങനെ എവറി ഡെപ്ത്, because സ്കിന്നിൽ ഒരു 5 ലെയർ ഉണ്ടാവും. സോ എവറി ഡെപ്ത് വി ക്യാൻ ഗോ ഇൻസൈഡ് ആൻഡ് ഫയർ ദ എനർജി. പ്രസ് ചെയ്യും. വി പ്രസ് ഇറ്റ് ലൈക്ക് ദിസ്. ഇപ്പോൾ ഇത് സ്കിൻ ആണെങ്കിൽ വി പ്രസ് ഓൺ ദാറ്റ് ആൻഡ് വെൻ വി ഫയർ ലൈക്ക് ദിസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് സ്റ്റിക്ക്, അതായത് റെഡ്യൂസ് ആവും. റെഡ്യൂസ് ബിക്കോസ് ഇറ്റ് ഈസ് ഗിവിംഗ് സം ഒരു ചെറിയ ചാനൽ വെച്ചിട്ട് അവിടെ വി പുട്ടിങ് RF എനർജി. ഈ RF എനർജി എന്ത് ചെയ്യുമ്പോൾ ദിൽ ബി കൊല്ലാജൻ റീമോഡലിംഗ് വരും. കൊല്ലാജൻ റീമോഡലിംഗ് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിൽ കുറേ കൊല്ലാജൻ ഉണ്ടാവും, അത് നമുക്ക് ഡാമേജ് ആക്കിയിട്ട് റീമോഡലിംഗ് ചെയ്യും. റീമോഡലിംഗ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ്നെസ് ആവും. ദാറ്റ് ഈസ് ഹൗ വി ഗെറ്റ് ഇറ്റ്. ദിസ് ഈസ് ഓൾസോ ഇതിൽ 2 പ്രോബ് ഉണ്ടാവും, ഒരു ബോഡി പ്രോബ്, ഒരു ഫേസ് പ്രോബ്. ഇപ്പോൾ നമ്മൾ ബോഡി ലൈപ്പോഷൻ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ബോഡി പ്രോബ് ചെയ്യും. ഫേസിൽ വെക്കുമ്പോൾ ചില ആൾക്ക് ഫേസ് ഒരു ഏജിങ് അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ക്യാൻ ബി യൂസ് സ്റ്റാൻഡ് അലോൺ. ഇതിന് കൂടുതൽ ടൈറ്റനിങ് ചെയ്യുന്നത് ഈ പ്രൊസീജിയർ തന്നെയാണ്. സോ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ പ്രോസസ്, മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഒന്ന് നമുക്ക് ബോഡിക്ക് ടൈറ്റനിങ് ആക്കാൻ ഹെൽപ്പ് ആകും, രണ്ടാമത് ഓൾസോ ഫോർ ദ ഫേസ് ടൈറ്റനിങ് അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആന്റി ഏജിങ് ആയിട്ടും നമുക്ക് ഇത് യൂസ് ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് വിത്തൗട്ട് പ്രൊസീജിയർ. ദാറ്റ് മീൻസ് അതായത് നമുക്ക് ഫേസിലൊക്കെ ഉണ്ടാകുന്ന കോസ്മെറ്റിക് ഒരു സർജറി ഇല്ലാതെ ജസ്റ്റ് ഇത് മാത്രം ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ള എസ്പെഷ്യലി ഫേസിൽ യൂസ് ആക്കാൻ പറ്റും. യെസ്, ഫേസിൽ യൂസ് ആക്കാൻ പറ്റും, ബോഡിക്ക് യൂസ് ആക്കാൻ പറ്റും, എനിവേർ വി ക്യാൻ യൂസ് ആക്ച്വലി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മോർ സേഫർ. ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരു മിനിമൽ ആക്സസ് ആണ്. മിനിമൽ ആക്സസ് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത, വലിയൊരു സർജറി ഇല്ലാത്ത ചെയ്യുന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് ദിസ് ബോഡി ടൈറ്റ് അല്ലെങ്കിൽ RF എനർജി പറയും. സോ ബേസിക് ഓൾസോൾസ് ടെക്നിക്കലി പറഞ്ഞാൽ ഇതൊരു ബൈപോളർ RF പറയും. ബൈപോളർ RF, ദിസ് ഇസ് വാട്ട് വി ടെൽ ഇൻ മെഡിക്കൽ ടേംസ്. സോ ഓക്കെ സാർ, ഇതിന്റെ റിക്കവറിങ് സ്റ്റേജ് എങ്ങനെയാണ്? ഒരു ലൈപ്പോസെക്ഷൻ പ്രൊസീജിയറിന് വിധേയമായ ഒരു പേഷ്യന്റ് അതിന്റെ ഒരു റിക്കവറിങ് സാധാരണ നമ്മൾ റിക്കവറി പറയുമ്പോൾ വി ടെൽ ഇൻ എ വെരി നൈസ് വേ. ഏത് ലൈപ്പോഷൻ ആയാലും ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ. ഇപ്പോൾ നമ്മളൊരു ലൈപ്പോസെക്ഷൻ ഇമാജിൻ വി ടേക്ക് ഇൻ സ്മോളർ ഏരിയ, ഏത് ഏരിയ ആയാലും ഫസ്റ്റ് വീട്ടിൽ 3 ദിവസം വീട്ടിലുള്ളിൽ റെസ്റ്റ് എടുക്കാൻ പറ്റും. വട്ട് എവർ ഇറ്റ് ഇസ്. ചിലപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് രാത്രി തന്നെ ഡിസ്ചാർജ് ആക്കും, ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആക്കും. മേജർ ലൈപ്പോഷൻ ആണെങ്കിൽ ഒരു 3 days നമുക്ക് ഉള്ളിൽ ഡിസ്ചാർജ് ആക്കും. ദിസ് ഇസ് വാട്ട് വി ടെൽ, 1 day, 2 day or 3 day. ബട്ട് വീട്ടിൽ പോയ ശേഷം ഒരു 3 ദിവസം വീട്ടിലുള്ളിൽ റെസ്റ്റ് എടുക്കാൻ പറ്റും. ദിസ് ഇസ് വാട്ട് വി യൂഷ്വലി ടെൽ. ഏത് സർജറിയിൽ എന്തായാലും ഒരു 3 ദിവസം വീട്ടിലുള്ളിൽ റെസ്റ്റ് എടുക്കാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് 1 week വീട്ടിൽ പുറത്ത് പോകാൻ പറ്റും, ബട്ട് ലിമിറ്റഡ് ആക്ടിവിറ്റീസ്. ലിമിറ്റഡ് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ
നമുക്കൊരു ഒരു ശ്രദ്ധ ഉണ്ടാവണം. ഒരു പ്രൊസീജിയർ ആയിട്ടുണ്ട്, നമുക്ക് കൂടുതൽ ഓവർ വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ മുമ്പ് പോലെ വർക്ക് ചെയ്യേണ്ടെന്ന് വരും. ഒരു റിസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റി ഒരാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് റിസൾട്ട്സ് നോക്കാൻ വേണ്ടി ഒരു മാസം നമുക്ക് വേണം. ബിക്കോസ് ആ വീക്കം എല്ലാം ക്ലിയർ ആവാൻ വേണ്ടി 1 month വരെ നമുക്ക് ടൈം വേണം. ബട്ട് ഒരു മാസം വരെ ഈവൻ ഹാർഡ് വർക്ക് ലൈക്ക് ഈവൻ വർക്കൗട്ട്സോ ഇല്ലെങ്കിൽ കുറേ ഡ്രില്ലിങ് ഇല്ലെങ്കിൽ കുറേ ബൈക്ക് റൈഡിങ് ഇങ്ങനത്തെ സാധനം ഒരു മാസം വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇറ്റ് വിൽ ബി സേഫർ ഫോർ യുവർ ബോഡി. ബിക്കോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലൈപ്പോഷൻ ഈ ഭാഗത്തിൽ ചെയ്തു പറയാം, നമുക്ക് ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ ദിസ് ക്യാൻ കോസ് സം പ്രോബ്ലം. അത് ലൈപ്പോസെക്ഷൻ വേണ്ടി റെസ്റ്റ് അല്ല, ബേസിക്കലി ദാറ്റ് ക്യാൻ കോസ് നമുക്ക് ഇത് ബുദ്ധിമുട്ടാവും, പേഷ്യൻസിന് അത് ബുദ്ധിമുട്ടാവും. ദാറ്റ്സ് വൈ വി ടെൽ ദം ദാറ്റ് നോ ഒരു മാസം വരെ നമുക്ക് ഹാർഡ് വർക്ക് വേണ്ട. ബട്ട് ജോലിക്ക് പോകാൻ ഒരു ആഴ്ച ഉള്ളിലെല്ലാം ജോലിക്ക് പോകാൻ പറ്റും, തിരിച്ച് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും. ബട്ട് ഫൈനൽ റിസൾട്ട്സ് ആകുമ്പോൾ ഒരു 3 to 6 months ചിലപ്പോൾ വേണ്ടി വരും, ഡിപ്പെൻഡിങ് ഓൺ ദ ഏജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 20 വയസ്സ് 25 വയസ്സ് ആൾ ലൈപ്പോഷൻ വന്നാൽ ഹി വിൽ റിക്കവർ വെരി വെരി ഫാസ്റ്റ്. അതേ നമുക്കൊരു 55 അല്ലെങ്കിൽ 60 വയസ്സ് ആൾ ലൈപ്പോഷൻ ചെയ്താൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ടേക്ക് സം ലിറ്റിൽ ടൈം മോർ, കുറച്ച് ടൈം വേണം. ബട്ട് എപ്പോഴും നമ്മൾ പേഷ്യൻ്റ് വരും ഈ വർക്കൗട്ട് ഇല്ലെങ്കിൽ ഡയറ്റ് ഇത് റീപ്ലേസ്മെന്റ് ഇല്ല. എല്ലാവരും അങ്ങനെ വരും, ലൈപ്പോഷൻ ചെയ്താൽ പിന്നെ ഞാൻ കുറേ ജങ്ക് ഫുഡ് എടുത്തിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് യു കൻ നോട്ട് ഡു. ഇതൊരു ചെയ്യണം. ബിക്കോസ് ഒരു പ്രാവശ്യം ലൈപ്പോഷൻ ചെയ്യേണ്ടി വരും. ബിക്കോസ് ലൈപ്പോഷൻ ചെയ്ത ശേഷം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ റിസൾട്ട്സ് പിന്നെയും ബെറ്റർ ആവും. ദാറ്റ് ഈസ് വാട്ട് വി ടെൽ. ഇല്ലെങ്കിൽ പിന്നെ തിരിച്ച് വരാൻ ചാൻസ്. ബട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ട്, ഈ ഫാറ്റ് പിന്നെ തിരിച്ചു വരുമോ, ചെയ്ത സ്ഥലത്തിൽ പിന്നെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ പറഞ്ഞു. നോട്ട് റിയലി, ബിക്കോസ് ഒരു പക്ഷേ ലൈപ്പോഷൻ ചെയ്ത ശേഷം അത്ര വേഗമായിട്ട് നമുക്ക് ഫാറ്റ് തിരിച്ചു വരില്ല. ബട്ട് നിങ്ങൾ വളരെ നിസ്സാറാക്കിയിട്ട് ഫുഡ് കൺട്രോൾ ഇല്ലാത്ത ഡയറ്റ് ഒന്നും ചെയ്യാതെ നിങ്ങൾ ചെയ്താൽ പ്രോബബ്ലി ഇറ്റ് ക്യാൻ കം ഇൻ സം എക്സ്റ്റെൻറ്റ്. ബട്ട് ചെയ്ത സ്ഥലത്തിൽ അത്ര വേഗമായിട്ട് ഫാറ്റ് തിരിച്ചു വരില്ല, സാധാരണയായിട്ട് വരില്ല. യൂഷ്വലി വെൻ യൂസ് ഓൾ ദിസ് ടെക്നോളജി. ബിക്കോസ് അതൊരു എന്താ പറയുക മറുഭൂമി പോലെ ആവും, യുദ്ധഭൂമി പോലെ ആവും. ഇപ്പോൾ ലൈപ്പോഷൻ ചെയ്ത ശേഷം ഒരു യുദ്ധഭൂമിയാണ്, അവിടെ നമ്മൾ പ്ലാന്റ്സ് വരുമോ പറഞ്ഞാൽ പ്ലാന്റ്സ് വരില്ല. ബട്ട് വരാൻ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ടോ വരാൻ ചാൻസ് ഉണ്ടാവും. ബട്ട് ഇമീഡിയറ്റ് ആയിട്ട് ഒന്നും. അപ്പോൾ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്താൽ ഡെഫിനറ്റ്ലി ലോങ് ടേം റിസൾട്ട്സ് ആണ് വിത്ത് ലൈപ്പോസെക്ഷൻ. സാർ നമ്മളിപ്പം ഈ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റും ഇന്ന് നമുക്ക് പല അഡ്വർടൈസ്മെന്റും ഉണ്ട്. സാധാരണ ഇപ്പം വ്യൂസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ വിഷയം കൂടിയാണ്. നമ്മൾ പല കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിനും ഇവർക്ക് എവിടെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഹെയർ ട്രാൻസ്പ്ലാന്റ്, PRP, ലൈപ്പോസെക്ഷൻ. ഇപ്പം ലൈപ്പോസെക്ഷൻ നീഡ് ആവുന്ന പേഷ്യൻ്റ് ഏത് ഡോക്ടറെയാണ് അവർ ആക്ച്വലി സമീപിക്കേണ്ടത്? ഇത് വിതൗട്ട് എനി ഡൗട്ട് ഒരു പ്ലാസ്റ്റിക് സർജൻ മാത്രമാണ്. ആസ് ഓഫ് നൗ ഇൻ വേൾഡ് ഓർ ഇൻ ഇന്ത്യ വെരെവർ യു ഗോ പ്ലാസ്റ്റിക് സർജൻ മാത്രമേ ഇത് നോക്കാൻ പറ്റുള്ളൂ. ആൻഡ് രണ്ടാമത് കുറേ ഞാൻ ഹാബിറ്റ്സ് കുറേ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ഫോൺ വിളിച്ചിട്ട് ചോദിക്കും കോസ്റ്റ് എത്രയാണ്, ഇല്ലെങ്കിൽ എത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലേ. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ആസ് എ ഡോക്ടർ ടു ടെൽ ദാറ്റ്. ബിക്കോസ് ഇത്ര സംസാരിക്കാനും ഇത്ര നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയും നമുക്ക് ഫോണിൽ പറയാൻ ആവില്ല. ദാറ്റ് ഈസ് വൺ തിങ്. രണ്ടാമത് ഞാൻ പേഷ്യൻസിന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും, ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് വരും. ആ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് വരാതെ നമുക്കൊന്നും ഫർദർ പോകാനൊന്നും ആവില്ല. രണ്ടാമത് ഒരു പക്ഷേ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒരു റിക്കവറിയും അതിൻ്റെ പാക്കേജും അതിൻ്റെ കോസ്റ്റും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഒന്നും മുമ്പ് പോകാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി എന്താ പറയുക അതൊരു കൺസൾട്ടേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് കുറേ ആൾക്കാർക്ക് അതൊരു ആ ഒരു പോയിന്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് കൺസൾട്ടേഷൻ ചെയ്യണോ വേണ്ടേ അങ്ങനത്തെ ഒരു രീതിയിലാണ്. ബിക്കോസ് ഇപ്പോൾ കുറേ നിങ്ങൾ പറഞ്ഞ പോലെ കുറേ മാർക്കറ്റിംഗ് വന്നിട്ടുണ്ട്. ഫ്രീ കൺസൾട്ടേഷൻ, 0 rupees, 99 rupees, 100. See, that is all there. But നമുക്ക് at the end you are doing surgery on your body. ഞങ്ങളുടെ ബോഡിക്ക് ഒരു സർജറിയാണ്. ബോഡിന് അത്ര നിർലക്ഷണമായിട്ട് ചെയ്യാൻ പറ്റില്ല. whatever it is. എന്തെങ്കിലും ഒരു സർജറി പറയുമ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണാതെ ഒരു സർജറി ഡിസിഷൻ എടുക്കാൻ ഡെഫിനറ്റ്ലി നോട്ട് പോസിബിൾ. സോ എന്തായാലും ഒരു ഡോക്ടർ ഏത് വലിയ സെറ്റപ്പ് ആയാലും എന്തായാലും ഡോക്ടർ നേരിട്ട് കണ്ടാലേ യു വിൽ ഗെറ്റ് ദറ്റ് കോൺഫിഡൻസ്. അതുവരെ യു വിൽ നോട്ട് ഗെറ്റ്, ഈവൻ ഐ വിൽ നോട്ട് ഗെറ്റ് കോൺഫിഡൻസ്. ഒരു ഡോക്ടർ കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ ശേഷം then you can decide അത് വേറെ ഡോക്ടർ പോകണോ ഇല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കണോ. ബട്ട് ഉള്ളത്തിൽ സബ്ജക്റ്റിൽ പ്ലാസ്റ്റിക് സർജൻ മാത്രമാണ് വിത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് കോസ്മെറ്റിക് സർജൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ 2 രീതിയാണ് ലൈപ്പോഷൻ ബെറ്റർ റിസൾട്ട്സ്. ഒന്നും എക്സ്പീരിയൻസ് ഓഫ് ദ ഡോക്ടർ, രണ്ടാമത് ടെക്നോളജി. ഇത് രണ്ടും നമുക്ക് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇറ്റ് ബി മച്ച് ബെറ്റർ. ഇപ്പോൾ ജസ്റ്റ് ടെക്നോളജി മാത്രം ഉണ്ടായിട്ട് ഡോക്ടർ ഒന്നും ശരിയില്ലെന്നുണ്ടെങ്കിൽ probably it will not work. It will be failure there. That is what there. But as of now എല്ലാ പേഷ്യൻസിന് അതെ രണ്ടാമത്തെ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും എത്ര ഫാറ്റ് ഉണ്ട്, എത്ര നമുക്ക് റിസൾട്ട്സ്. ഇപ്പോൾ എല്ലാ ഫാറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ പറഞ്ഞാൽ ചിലപ്പോൾ ആവില്ല. ഇപ്പോൾ വയറിൻ്റെ ഉള്ളിലത്തെ ഫാറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വയറിൻ്റെ ഫാറ്റ് പറഞ്ഞാൽ അപ്പോൾ ഒരു മസിലുണ്ട്, മസിലിന് പുറത്തൊരു ഫാറ്റ് ഉണ്ട്, മസിൽസിന് ഉള്ളിലൊരു ഫാറ്റ് ഉണ്ട്. ഇൻട്രാ വിസറൽ ഫാറ്റ് വരും ഇല്ലെങ്കിൽ പെരിഫറൽ ഫാറ്റ് വരും. ഈ പെരിഫറൽ ഫാറ്റിൽ നമുക്ക് ലൈപ്പോഷൻ എടുക്കാൻ പറ്റും. ബട്ട് മസിൽസിന് ഉള്ളിലത്തുള്ള ഫാറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. റീസൺ എന്താ പറഞ്ഞാൽ അവിടെ കുറേ സംഭവം ഉണ്ട്, ലിവർ ഉണ്ട്, കിഡ്നി. സോ ദാറ്റ് വി ഹാവ് ടു ചെക്ക്. പോകാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഐദർ നമ്മളൊരു വർക്കൗട്ട് തന്നെ ചെയ്യണം
ഇല്ലെങ്കിൽ ചിലപ്പോൾ ബെരിയാട്രിക് സർജറി പറഞ്ഞൊരു അതിൻ്റെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അവർക്ക് നമ്മൾ റെഫർ ചെയ്യും. സോ എനിത്തിങ് അവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമോ, അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല, ബട്ട് വി ക്യാൻ ഡു ദാറ്റ്. സോ അതൊരു ടീം വർക്കാണ്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ പുറത്തിൻ്റെ കാര്യം നമ്മൾ നോക്കും, ഉള്ളിലത്തെ കാര്യമാണെങ്കിൽ അവർ പിന്നെ പ്ലാൻ ചെയ്യും. സർ, അതായത് ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ലൈപ്പോസെക്ഷൻ സാധാരണ ഇപ്പോൾ ഈ ലെയർ അതായത് നമുക്ക് പുറത്തുള്ള ലെയറിൽ ചെയ്യുന്നത് പോലെ ആ പ്രൊസീജിയറിലല്ലാതെ പിന്നീട് അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ കൺസൾട്ട് ഡോക്ടേഴ്സിനെ തന്നെ വിട്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പാരിറ്റീവ് വെച്ച് ഇന്നർ സർജറി. അപ്പോൾ അതിൽ നമ്മൾ വേറെ സർജറി, അത് നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി വരും. ആ താത്കോല വെച്ചിട്ട് അവിടുത്തെ ഒരു കുടലിൻ്റെ ഒരു അത് വേറെ വേറെ ടൈപ്പ് കുറേ ബേരിയാട്രിക് പറഞ്ഞാൽ കുറേ ഒരു 20-25 ടൈപ്സ് ഓഫ് സർജറി ഉണ്ട്. വളരെ ജനറൽ ടർമാണ്. ബട്ട് അതിൽ ഉള്ളിലത്തെ വയർ കുറച്ച് റെഡ്യൂസ് ആവാൻ അതിൽ ആക്ച്വലി വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റും അതിൽ തന്നെ വരും. ഈ വെയിറ്റ് ലോസ് നമ്മൾ ചെയ്യണമെന്ന് പറയും. ചില ആൾ എത്ര ചെയ്തു, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 മാസം നമ്മൾ വർക്കൗട്ട് ചെയ്തു, 3 മാസം നമ്മൾ ഇതെല്ലാം ചെയ്തു, പിന്നെ വെയിറ്റ് കുറവൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ യൂഷ്വലി വി സജസ്റ്റ് ഫോർ ദ ബേരിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സബ്ജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെയാണെങ്കിൽ നമ്മൾ കലീഗ്സ് തന്നെ ഉണ്ട്. സോ ദേ വിൽ ടേക്ക് എ കൺസൾട്ടേഷൻ. അവർ നോക്കൂ ഏത് ബെറ്ററാണ് എന്ത് ബെറ്ററാണ് നോക്കൂ. ചില സ്കാൻസ് വരും, ചില ബ്ലഡ് ടെസ്റ്റ് വരും. അത് ഇവാലുവേഷൻ ചെയ്ത ശേഷം പിന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഫോളോ ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ്. ബട്ട് ചിലപ്പോൾ നമ്മൾ ടീം വർക്ക്, ചിലപ്പോൾ അത് ഉള്ളിലത്തെ എടുത്തുമ്പോൾ പിന്നെ ഞങ്ങൾ പറയും ഇപ്പോൾ ഒരു 100 kg ആളുണ്ടായിരുന്നു, ബേരിയാട്രിക് സർജറി ചെയ്തു, അവൻ്റെ വെയിറ്റ് ഒരു 70 kg ആയി പറയാം, പിന്നെ സ്കിന്ന് തൂങ്ങിയുണ്ടോ, അപ്പോൾ തിരിച്ചും നമ്മൾ ലൈപ്പോസെക്ഷൻ തന്നെ ചെയ്യേണ്ടി വരും. സോ ദാറ്റ് വിൽ ബി ടീം വർക്ക് അഗൈൻ. അപ്പോൾ ഒരു സർജറി ചെയ്താൽ രണ്ടാം സർജറി ഇത് ചെയ്യേണ്ടി വരും. കോറിലേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഒബേസിറ്റി സർജറി അതിന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ. ഒബേസിറ്റി സർജറി, വെയിറ്റ് ലോസ് സർജറി, അങ്ങനത്തെ സർജറി ആണെങ്കിൽ പിന്നെ അത് നമുക്ക് ടീം വർക്ക് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഈ ജനറേഷൻ കുറച്ചും കൂടി കോസ്മെറ്റിക് കൺസേൺ ആണോ സാർ? അങ്ങനെയല്ല, നമ്മൾ മുമ്പൊക്കെ നമ്മൾ ഫിലിം സ്റ്റാർ ഒക്കെ ആ മേഖലയിലാണ് ഇത് കൂടുതൽ കാണുന്നത്. നൗ എനിക്ക് തോന്നിയപ്പോൾ കുറച്ചും കൂടി കോസ്മെറ്റിക് രണ്ട് രീതിയിലാണ്. ഇത് എൻ്റെ ഒബ്സർവേഷൻ ആണ്. ഒന്ന് എന്നാൽ ആഫ്റ്റർ ദ കോവിഡ് എല്ലാവരും അത് അവരുടെ ബോഡി നോക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് വൺ തിങ്. ബിക്കോസ് കുറേ സെൽഫീസ് വന്നു, കുറേ സോഷ്യൽ മീഡിയ വന്നു, കുറേ ആക്സസ് വന്നു, ഇന്റർനെറ്റ് ആക്സസ് കിട്ടി. മുമ്പ് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ഇത്ര ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വന്ന ശേഷം ഇന്റർനെറ്റ് ആക്സസ് കിട്ടി. സോ മെനി തിങ്സ്. ആ പ്ലാറ്റ്ഫോം കുറച്ച് കൂടുതലായി. അപ്പോൾ ആൾക്കാർ കുറച്ചൊരു നല്ല കാണുന്നത് തോന്നി. ദാറ്റ് ഈസ് വൺ തിങ്. രണ്ടാമത് മുമ്പ് ഇങ്ങനെ സർജറി ഉണ്ടായിരുന്നു, ബട്ട് ആരും അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. ബിക്കോസ് ദേ വർ നോട്ട് ടെല്ലിങ് ഇറ്റ്. വളരെ ടാബും ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ടാബ് ഉണ്ട് ഓൺ കോസ്മെറ്റിക് സർജറി. ബട്ട് മുമ്പത്തെ പോലെ ഇപ്പോൾ അങ്ങനെ ഒരു ടാബും ഇല്ല. ആൾക്കാർ വളരെ ഓപ്പൺ ആയിട്ട് പറയും, ഞാനൊരു നോസ് സർജറി ചെയ്തു അല്ലെങ്കിൽ ലൈപ്പോസെക്ഷൻ ചെയ്തു എന്ന് ഒരു എഗ്രി ചെയ്യും. സോ ദാറ്റ് ഈസ് വൈ ഐ തിങ്ക് പ്രോബബ്ലി ഇപ്പോൾ കുറേ ചെയ്ത പോലെ നമുക്ക് കാണുന്നുണ്ട്. മേ ബി ദ നമ്പേഴ്സ് ആർ ബിക്കോസ് ഓഫ് ദാറ്റ്. ബട്ട് യെസ്, കുറച്ച് സോഷ്യൽ മീഡിയ ബിക്കോസ് പ്രസൻസ് കുറച്ച് എല്ലാവർക്കും ബെനിഫിറ്റ് ആയ, എല്ലാവർക്കും നല്ല കാണുന്ന ഒരു ഫീലിംഗ് വന്നതുകൊണ്ട് പ്രോബബ്ലി ഈ ലൈപ്പോസെക്ഷൻ ചെയ്യുന്നവരെയോ യൂഷ്വലി ഫങ്ഷണൽ ഒരു 20% ആൾക്കാരുണ്ടാവും. ഫങ്ഷണൽ പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് ചെയ്യുന്നത് 20% to 25% ആണ്. ബട്ട് ബാക്കി 75% കോൺഫിഡൻസ് ലെവലാണ്. അവർ കോൺഫിഡൻസ് വളരെ മോശമായിട്ടുണ്ടാവും. ബിക്കോസ് ഓഫ് ദിസ് മെൻ്റൽ ഹെൽത്ത് വളരെ മോശം ഉണ്ടാവും. ആ ഒരു ബെനിഫിറ്റ്സ് വേണ്ടി ബിക്കോസ് ആഫ്റ്റർ ലൈപ്പോസെക്ഷൻ കുറേ പേഷ്യൻസ് വിൽ ബി വെരി വെരി ഹാപ്പി വിത്ത് ദസ്. നോട്ട് ഓൺലി വിത്ത് സർജറി, ഒരു മെന്റലി ദേ വിൽ ബി വെരി വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ആ രീതി ആകുമ്പോൾ നമുക്കൊരു വിൽ ഗിവ് എ ഗുഡ് റിസൾട്ട്സ് ഫോർ ദാറ്റ്. ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് സാറിന് ആ റിസൾട്ട് കിട്ടി? ഡെഫിനറ്റ്ലി യെസ്. ബിക്കോസ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഒരു ഞാൻ പറയട്ടെ, ഒരു ഫാറ്റ് എടുക്കാൻ ഒരു വഴിയുണ്ട്, ഇങ്ങനത്തെ ഒരു ലൈപ്പോസെക്ഷൻ ഉണ്ട് പറയുമ്പോൾ തന്നെ ദേ വിൽ ബി വെരി ഹാപ്പി. ദാറ്റ് ഈസ് എ മേജർ തിങ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് പറയുമ്പോൾ തന്നെ ദേ വിൽ ബി റിയലി റിയലി വെരി ഹാപ്പി ദാറ്റ്. സോ ദാറ്റ് ഈസ് എ ബിഗ് തിങ് ഫോർ ദാറ്റ്. പിന്നെ ഇപ്പോൾ പുതിയ ടെക്നോളജി വന്ന ശേഷം വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് മോർ സേഫർ ലൈപ്പോസെക്ഷൻ. മുമ്പത്തെ ലൈപ്പോസെക്ഷൻ ഒരു 15 കൊല്ലത്ത് മുമ്പ് ലൈപ്പോസെക്ഷനും ഇപ്പോഴും ലൈപ്പോസെക്ഷനും വളരെ ഡിഫറൻസ് ഉണ്ട്. ബിഫോർ 15 എന്ന് പറയുന്നത് അതൊരു ഓപ്പൺ അങ്ങനെ ആയിരുന്നു. ഫസ്റ്റ് ഓപ്പൺ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വെരി ബേസിക് സക്ഷൻ ബേസ്ഡ് ലൈപ്പോസെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ റിസൾട്ട്സ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, കുറേ സ്കിൻ ചേഞ്ചസ് ഉണ്ടായിരുന്നു, സ്കിൻ കറുപ്പ് ഉണ്ടായിരുന്നു. സോ മെനി തിങ്സ് വർ ദേർ. ബട്ട് അതെ, അത് പഠിച്ചു ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ പോലെ 15 കൊല്ലം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എങ്ങനെ ഉണ്ടായിരുന്നു, യു ക്യാൻ ഇമാജിൻ ദാറ്റ്. സോ കുറേ അപ്ഡേറ്റ്സ് ഉണ്ടാവും, കുറേ ടെക്നോളജീസ് ഉണ്ടാവും, കുറേ യങ് മൈൻഡ്സ് ഉണ്ട്, കുറേ എഞ്ചിനീയേഴ്സ്മാരുണ്ട്, കുറേ ഇതിൽ ഇത് ഡോക്ടേഴ്സ് മാത്രമല്ലല്ലോ, ഇതിൽ ടെക്നോളജി ഡിവൈസ് ചെയ്യുന്നതല്ല, ടെക്നോളജി ഡെവലപ്പ് ആവുന്നതിന്റെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത്. സോ മേ ബി ഒരു 10 കൊല്ലം another 10 years more we might get more better than this also. You never know. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് സാർ നേരത്തെ പറഞ്ഞ മെൽറ്റ് ചെയ്യുന്നൊക്കെ ആ ഒരു പോയിന്റ് ആ പ്രിപ്പറേഷൻ യെസ് മേ ബി വിത്ത് ന്യൂ ഇംപ്രൂവ്മെന്റ് വരും. 10 years കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും കൂടുതലാവും ചേഞ്ചസും അതിന്റെ ഇംപ്രൂവ്മെന്റും അതിന്റെ റിസൾട്ടും ഔട്ട്കമും നമുക്ക് കൂടുതൽ. ഡെഫിനറ്റ്ലി അതാ പറഞ്ഞത്. അപ്പോൾ we have to get updated. എപ്പോഴും നമുക്ക് അപ്ഡേഷൻ ഉണ്ടാവണം. That is what we suggest. ലൈപ്പോസെക്ഷൻ വളരെ കൃത്യമായിട്ട്, വളരെ പ്രിസൈസ് ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിരുന്നു പൃഥ്വിരാജ് സാറ് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി അത് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ശരീരത്തിൽ ചില ഭാഗങ്ങളുണ്ടാകുന്ന അമിതമായ കൊഴുപ്പ്, അത് ഏറ്റവും നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ലൈപ്പോസെക്ഷൻ അപ്ലൈ ചെയ്യുന്നത്, അത് ഏത് തരത്തിലാണ് പേഷ്യൻറ്റിന് ഗുണകരമായി കാണുന്നത്, അത് എങ്ങനെയാണ് പുതിയ അപ്ഡേറ്റഡ് ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും പ്രിസൈസ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെയാണ് ഈ എപ്പിസോഡിൽ വിശദീകരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ബൈ.